പിടിച്ചോ. വേണ്ട, എന്നെ ഇതിനെ ഇവിടെ കൊണ്ടുവന്നേ. മോനെ, കണ്ണ് തുറന്ന അടയ്ക്കുന്നത് വരെ ഇവിടെയുള്ള ഈ പശുക്കളെയും എരുമകളെയൊക്കെ നോക്കി 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 ഞാൻ മടുത്തു. അതുകൊണ്ട് ഒരു സിംഹത്തെ ഞാൻ എൻ്റെ കൂട്ടിന് വെച്ചാലോ എന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും 10ഓളം ഫാമിലി ഉണ്ട്. വീട് നിറച്ച് ഭാര്യമാരും കോമ്പൗണ്ട് നിറച്ച് മാടുകളും ഒരുപാട് പേര്. മെയിൻ്റനൻസ് വലിയ പ്രോബ്ലം ആയിരിക്കാണ് മോനെ. കഷ്ടകാലത്തിന് ഞാൻ ഫിസിക്കലായിട്ട് കുറച്ച് അടിവെട്ടുപോയി. ഈ സമയത്താണ് ഒരു പുലിക്കുട്ടിയെ പോലെ നീ ഈ ഫീൽഡിലേക്ക് എൻ്റർ ആയത്. എടാ മോനെ, നിനക്ക് എൻ്റെ കൂടെ തന്നെ നിന്നൂടെ? നിങ്ങൾക്ക് ഞാനെന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? സന്ദർഭം കിട്ടിയാൽ കിട്ടുന്നതല്ല സ്വന്തമാക്കുക, ഇല്ലെങ്കിൽ എതിർത്തവനെ ഇല്ലാതാക്കുക. വെരി സിമ്പിൾ. അണ്ണാ, ആ പെണ്ണിന് പോണോന്ന് പറയുന്നു. ഒരു മിനിറ്റ്. ആ ഡാൻസുകാരി പെണ്ണ് പോകുന്നു പറയുന്നു. നമ്മുടെ പയ്യൻ എന്തെങ്കിലും ആവശ്യം? അവൻ കൊച്ചു പയ്യനല്ലേ, അവൻ അങ്ങനത്തെ ശീലമൊന്നും. എടാ മണ്ട, രുചി കിട്ടുന്നതുവരെ എല്ലാരും ഇങ്ങനെ തന്നെ പറയും. കിട്ടിക്കഴിഞ്ഞാൽ ഇതില്ലാതെ പറ്റില്ല. ആ, അവന്റെ വഴിക്ക് പോയി അവനെ വളച്ചെടുക്കാൻ നമുക്ക്. ആ പെണ്ണിനെ പോകാൻ പറ, ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. എന്റെ ബാറ്ററിയും ഡൗൺ ആയിപ്പോയി. പോകാൻ പറഞ്ഞേരെ. ശരി മോനെ, എന്ത് ഡിസൈഡ് ചെയ്തു? ഞാൻ ആരുടെയും കൂടെ ജോലി ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയെ വലുത്. എൻ്റെ അമ്മയെ എനിക്ക് നന്നായി നോക്കണം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാ. നോക്ക്, നിന്നെ ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവന്നതാ. ഈ കേസ് തീരുന്നത് വരെ ഈ സിറ്റി വിട്ട് വേറെ എവിടേക്കും പോകരുത്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ എൻ്റെ അണ്ണൻ്റെ കൂടെ. എന്നാൽ ഇവിടെ നിൽക്കില്ല. വേണ പോവാം. എവിടേക്കാടാ പോകുന്നത്? അണ്ണൻ വരാൻ പറഞ്ഞാ വരണം, പോവാൻ പറയുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവുകയും വേണം. നീ എന്താടാ വലിയ ദാതയാണെന്ന് വിചാരിച്ചോ? വഴിന്ന് മാറ്. എന്തിനടാ വഴി മാറേണ്ടത്? വാണ വാ. അണ്ണാ, ഇവൻ ചത്തുപോയണ്ണ.